കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ ഇലയിട്ടിട്ട് ഊണില്ലാന്ന് പറയുന്ന അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ശംഖുമുഖം പോയി. അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്നതായിരുന്നു അടുത്ത ടാസ്ക്. പിന്നെ എങ്ങനെയൊക്കെയോ ഉള്ള സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് വന്ന് ചെറുകടിയും ചായയും കുടിച്ച് വിശപ്പടക്കി. പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ചായ കുടിക്കാൻ വന്ന അവസ്ഥയായിരുന്നു ഗൈസ്. അങ്ങനെ ഈ സായം സന്ധ്യ ആസ്വദിക്കാനായി ഞങ്ങൾ ശംഖുമുഖം ബീച്ചിലേക്ക് ഇറങ്ങി. നിന്റെ അടുത്തേക്ക് ഞങ്ങൾ ഇതാ കുതിരപ്പുറത്ത് ഏറി വരുന്നു. നീ എന്താ കുതിരപ്പുറത്തിരുന്ന് ഹോൺ അടിക്കണ? കുതിരോട് പോകാൻ പറഞ്ഞതാ. പിന്നെ ഇവിടുത്തെ അവസ്ഥയും സെയിം ആയിരുന്നു കേട്ടോ. ബീച്ചിലേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓരത്തിരുന്ന് കണ്ടു വന്നു. കുറേ നേരം ഇവിടെ തിരയൊക്കെ എണ്ണി ഞങ്ങൾ കപ്പലിൻ്റെയൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളൊരു സ്പെഷ്യൽ സ്പേസ് ഉള്ളതുകൊണ്ട് കാശിക്കുട്ടിനെ കൂട്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ഇതാണ് ഇല്യൂഷൻ. എവിടെ തിരിഞ്ഞാലും നമ്മൾ മാത്രമേ ഉള്ളൂ. എങ്ങനെ ഇറക്കി പോകണമെന്നറിയില്ല. അവസാനം കാശിക്കുട്ടനാണ് എന്നെയും കൊണ്ട് ഇറങ്ങിപ്പോയത്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ബൈ.